പറഞ്ഞ പോലെ 2 ദിവസം തന്നെ ഓടുള്ളൂ, അതിൽ കൂടുതൽ ഓടുമെന്ന് എനിക്ക് തോന്നണില്ല. വിജയണ്ണം പറഞ്ഞപ്പോ ഞാൻ സഹിച്ചു. ഇത് വല്ലാത്തൊരു അപരാധമായി പോയി. ഇമോഷൻസ് ഒന്നും ക്യാച്ചപ്പ് ചെയ്യാനേ പറ്റുന്നില്ല. ലൈക്ക് ഒന്നും കണക്ട് ആവാത്ത പോലെ തോന്നുന്നു. വിജയുടെ ലൈക്ക് അത് വന്നിട്ടില്ല ഇതില്. ആക്ടിംഗ് ഒക്കെ കൊള്ളാം, പക്ഷെ ലൈക്ക് സ്റ്റിൽ അതുപോലെ എത്തിയിട്ടില്ല. ലൈക്ക് ഒന്നും ഇങ്ങോട്ട് എത്തുന്നില്ലായിരുന്നു. വലിയ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ നല്ലൊരു റീമേക്ക് പ്രതീക്ഷിച്ച് വന്നതാണ്. തെരിയുടെ കുറെ അവര് മാറ്റിയിട്ടുണ്ട്, കുറെ അവരായിട്ട് തന്നെ ആഡ് ചെയ്ത് ക്യാമിയോ ഒക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര അപരാധമായിരുന്നു. വിജയ് ചെയ്ത വെച്ച് മാസും സ്വാഗും ഒന്നും ശരിക്കും വരുൺ ധവാനെ കൊണ്ട് പറ്റുന്നില്ല. വരുൺ ധവാൻ ഒരു റീപ്ലേസ്മെന്റ് ആണെന്ന് കണ്ടാൽ മനസ്സിലാവും, പക്ഷെ അത് വർക്കൗട്ട് ആയിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ആ വരുൺ ധവാന്റെ പോർഷൻസ് ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല. ബിജിഎമ്മും ആ ഒരു ഒറ്റ ബിജിഎം മാത്രമാണ് എനിക്ക് അതിനകത്ത് നന്നായിട്ട് തോന്നിയത്. ബാക്കി പാട്ടും ബിജിഎമ്മും എല്ലാം തഥൈവയാണ്, വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ അവസാനം ക്യാമിയ വന്നു കഴിയുമ്പോഴത്തേക്കും പടത്തിന്റെ റേഞ്ച് തന്നെ മാറും. നമ്മൾ കൊടുത്ത കാശിന് വർത്താവും. ആ 10 മിനിറ്റിന് വേണ്ടിയിട്ട് മാത്രം വേണമെങ്കിൽ നമുക്ക് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് വരാം, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ പടത്തിന് കാണാൻ വേണ്ടി വരാൻ മാത്രമൊന്നും ഇല്ല. പറഞ്ഞ പോലെ 2 ദിവസം തന്നെ ഓടുള്ളൂ, അതിൽ കൂടുതൽ ഓടുമെന്ന് എനിക്ക് തോന്നണില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ തമിഴ് പടങ്ങളെ കൊണ്ട് വധിക്കുന്നതിന്റെ ഒരു ലെവല് കൂട്ടി മലയാളത്തിനെയും കൂടെ വധിച്ചിട്ടുണ്ട്. ഇതിൽ മലയാളം കൂടെ പറഞ്ഞ് കൊളവാക്കി വെച്ചിട്ടുണ്ട്. വിജയണ്ണം പറഞ്ഞപ്പോ ഞാൻ സഹിച്ചു. ഇത് വല്ലാത്തൊരു അപരാധമായി പോയി. എനിക്കൊന്നും പറയാനില്ല ഇതിൽ. തെരിയിൽ നമുക്ക് കുറെ മാസ് സീൻസ് ഉണ്ടല്ലോ, ഇതൊന്നും തോന്നത്തില്ല. ഞാൻ തുടക്കം തൊട്ടേ ഒന്നും തോന്നാണ്ട് ഭയങ്കര പ്ലെയിൻ ആയിട്ട് പോകുമായിരുന്നു. അവര് തെറിയിൽ എന്താണോ കാണിച്ചിരിക്കുന്നത് അത് തന്നെയാണ് ഇതിലുള്ള സീൻ ബൈ സീൻ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ വിജയെ രക്ഷകൻ എന്ന് പറഞ്ഞ് കളിയാക്കുമെങ്കിലും ആ ഒരു മാസ് എലിവേറ്റ് ചെയ്ത് കാണിക്കാൻ വിജയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. ഇതിപ്പോ വരുൺ ധവാന്റെ സൗണ്ട് മോഡുലേഷൻ ഒന്നും അങ്ങോട്ട് ശരിയാവണില്ല. നമുക്ക് ആ ഒരു ഗൂസ് ബംസ് മൊമെന്റ് ഒന്നും കിട്ടണില്ല. അവർ ചെറിയ അവിടെ ഇവിടെയൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. പിന്നെ ക്യാമിയോ ആയിട്ട് ലാസ്റ്റ് ഒരാളുണ്ട്. ഓവറോൾ ജസ്റ്റ് ഒരു റീമേക്ക്. നമുക്ക് എക്സ്പെക്ട് ചെയ്ത് തിയേറ്ററിൽ കാണണമെന്നൊന്നും ഇല്ല. मूवी अच्छा है भैया, एक्टिंग भी बढ़िया है, मतलब देख के मजा आया है। नाइस मूवी है, इससे भी बड़ा है, उसका एक्टिंग थोड़ा अलग है, इसका थोड़ा अलग है। सेम है हिंदी वर्सन, वही एक्टिंग है मैक्सिमम अच्छा है। तो विजय सेतुपति का ऐसा नहीं, विजय थलपति का ऐसा नहीं है एक्टिंग। थलपति विजय का जैसे एक्टिंग नहीं है, ऐसे ठीक ठाक है। किंग खान अच्छा है, अच्छा काफी अच्छा है, मैक्सिमम अच्छा है। अच्छा मूवी, सलमान खान है उधर।